Escape Plateau, this is me, your friend Selvakumar. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കുവൈത്ത് എന്ന് അറിയപ്പെടുന്ന ഒരു രാജ്യത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഫയർ ആക്സിഡൻറ്റിൽ ഏകദേശം 50ഓളം ആൾക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 45 പേരും നമ്മുടെ ഇന്ത്യക്കാരാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 23 പേരും, തമിഴ്നാട്ടിൽ നിന്ന് 7 പേരും, ബാക്കി മറ്റ് ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ പലതരത്തിലുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെയാണ് കുറേ ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ളത്. പിന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന് ലൈക്ക് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പേര് മരണപ്പെട്ടിട്ടുണ്ട്. കുറച്ച് പേരും ഇപ്പോഴും ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ ആയിട്ട് കഴിഞ്ഞു വരികയാണ് ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഈ മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ കുടുംബത്തിന് തീർച്ചയായിട്ടും ഒരു താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. ആക്ച്വലി കുവൈറ്റിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത്ര ആൾക്കാർ മരണപ്പെട്ടത്? ആക്ച്വലി നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട്, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ്, മറ്റ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ജോലി ചെയ്യുന്ന മൈഗ്രൻ്റ് വർക്കേഴ്സ് അവിടെ സേഫ് ആണോ? പിന്നെ അവരെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, എസ്പെഷ്യലി ബീഹാറീസ്, ബംഗാളീസ്, ആസാമീസ് തുടങ്ങിയ ഒരുപാട് ആൾക്കാർ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്ത് താമസിച്ച് വരുന്നുണ്ട്. അവരെല്ലാം സേഫ് ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് ഗൈസ്. അപ്പോൾ അതിന് മുമ്പായി നമ്മുടെ എസ്കേപ്പ് പ്ലാറ്റ്ഫോമിൽ അംഗമായിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അംഗമാവുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് സാധിക്കുകയുള്ളൂ. കുവൈറ്റിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മാഗ്നാഫ്. ഈ മാഗ്നാഫ് എന്ന് പറയുന്നത് ഒരു സിറ്റിയാണ്, സ്പെഷ്യലി കടലിനടുത്തുള്ള ഒരു സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്ഥലത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ് NBTC എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു ബിൽഡിങ്ങിലാണ് ആക്ച്വലി ഫയർ ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫയർ ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെക്യൂരിറ്റി റൂമിലുണ്ടായ ഇലക്ട്രിക് ഫയർ മുഖേനയാണ് ഇത്രയൊരു വലിയൊരു ആക്സിഡൻറ്റ് തന്നെ സംഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്, സ്പെഷ്യലി ഓരോ റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത് കാർഡ് ബോർഡുകൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കാൻ കാരണമായത് എന്നാണ് വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ സംഭവം സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണി സമയമാണ്. അപ്പോൾ 6 മണി സമയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ജോലി ചെയ്ത് വരുന്ന ആൾക്കാർ അധികവും എണീക്കാൻ സാധ്യത കുറവാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണമായിരിക്കും. അപ്പോൾ അത്തരത്തിലാണ് ആൾക്കാർ ഈ ആക്സിഡൻറ്റിൽ കൂടുതലായിട്ടും മരണപ്പെടാൻ കാരണമായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ ബിൽഡിങ്ങിൽ മാത്രം 196 പേരാണ് താമസിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പുകയും തീയൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ ജനാലകൾ വഴിയും മറ്റുമായിട്ട് ഏകദേശം 6 ഫ്ലോറോളം വരുന്ന ഹൈറ്റിലുള്ള ബിൽഡിങ്ങിൽ നിന്ന് കുറേ ആൾക്കാർ പുറത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചാടുകയൊക്കെ ചെയ്തു. അതിൽ കുറേ ആൾക്കാർക്ക് പരിക്കുകളോടെ ഇപ്പോഴും ഹോസ്പിറ്റലിൽ കഴിഞ്ഞു വരുന്നുണ്ട്. കുറേ ആൾക്കാർ അങ്ങനെ ചാടി മരണപ്പെട്ട ഒരുപാട് ആൾക്കാരും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ബിൽഡിങ്ങിൽ പുകയും തീയും ആളിക്കത്തുന്ന സമയത്ത് കുറേ ആൾക്കാരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എമർജൻസി എക്സിറ്റിലൂടെ കടക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ആ എമർജൻസി എക്സിറ്റ് അടച്ചു കിടക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുറേ ആൾക്കാർ ഈ അപകടത്തിന് ഇരയായി എന്നാണ് പറയപ്പെടുന്നത്. ഈ ഫയർ ആക്സിഡൻറ്റ് നടക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ മുഖേനയാണ് ഈ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന കുറച്ച് പേരെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞത്. കാരണം അവർ കൃത്യമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിക്കുകയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫയർഫോഴ്സ്, മറ്റ് ഗവൺമെൻറ് ഓഫീസറെല്ലാം തന്നെ അറിയിക്കുകയും ഇത്തരത്തിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞത്. പിന്നെ ഈ ബിൽഡിങ്ങിൽ ഫയർ ആക്സിഡൻറ്റ് നടന്നതിന് ശേഷം അവിടെയുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസ് വിസിറ്റ് ചെയ്യുകയും പരിശോധന നടത്തുകയും ചെയ്തു. അതിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെ ഫോളോ ചെയ്തിട്ടല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് ലീസിനെടുത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മലയാളിയായിട്ടുള്ള KJ എബ്രഹാം എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ്. ഈ KJ എബ്രഹാം ആരാണെന്ന് നോക്കുകയാണെങ്കിൽ,
നമുക്കറിയാം ഈ അടുത്ത കാലത്ത് റിലീസായിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജ് ആക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആടുജീവിതം എന്ന സിനിമ. അപ്പോൾ ഈ ആടുജീവിതം എന്ന സിനിമയിൽ സ്പെഷ്യലി മൈഗ്രന്റ് വർക്കേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ആ സിനിമയിൽ പ്രതിപാദിക്കുന്നത്. അപ്പം ആ സിനിമയുടെ ഒരു പ്രൊഡ്യൂസറാണ് ഈ KJ ഇബ്രാഹിം എന്ന് പറയപ്പെടുന്ന വ്യക്തി. ഇദ്ദേഹത്തിന്റെ കൺട്രോളിലുള്ള ഒരു ബിൽഡിങ്ങിലാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും മലയാളികളായിട്ടുള്ള ആൾക്കാരാണ്. 23 പേരാണ്. 7 പേര് തമിഴ്നാട്ടുകാരാണ്. പിന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് ബാക്കിയുള്ള ആൾക്കാരും എല്ലാം തന്നെ മരണപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് പുറം രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് ലൈക്ക് ദുബായ്, ഖത്തർ, കുവൈത്ത് ആൻഡ് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസ് ലൈക്ക് കാനഡ ആൻഡ് സ്പെയിൻ, അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഇവരെ അവിടെ വർക്ക് ചെയ്താലും അവരെ എത്രത്തോളം സേഫ്റ്റിയിലാണ് അല്ലെങ്കിൽ സെക്യൂറിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും വി ഹാവ് ടു റിയലൈസ് ഇറ്റ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഒരു പക്ഷേ ഈ പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ വലിയ പൈസക്കാരാണെന്നൊക്കെയാണ് നമ്മളുടെ പല ആൾക്കാരും വിചാരിക്കുന്നത്. എന്നാൽ അവിടെയുള്ള ഈ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരെ തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ജീവിക്കുന്നത്. ഇപ്പം ഈ പ്രൊഫഷണലായിട്ട് പഠനം കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റിയിൽ അക്കോമഡേഷൻ ചെയ്തു വരുന്നത്. അല്ലാത്ത ഒരാളും ഇപ്പോൾ സാധാരണ ഒരു ചെറിയ പണികളൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും അത്തരത്തിലുള്ളൊരു നല്ലൊരു സെറ്റപ്പിലായിരിക്കില്ല ജീവിക്കുന്നത് എന്നതാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർ, എസ്പെഷ്യലി നമ്മൾ എവിടെ നിന്നാണ് പോകുന്നത്, അപ്പോൾ ആ പോകുന്ന രാജ്യത്തിലുള്ള ആ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇവരുടെ സെക്യൂരിറ്റി കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് മൈഗ്രൻ്റ് വർക്കേഴ്സൊക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് നിന്ന് അധികം ആൾക്കാരും ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. മേ ബി 1-2 പേരൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും നമ്മുടെ ഇന്ത്യയിൽ ഉള്ള പല സ്റ്റേറ്റിൽ നിന്ന് പല സ്റ്റേറ്റുകളിലേക്ക് ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ. നമുക്കറിയാം ആസാമീസ്, ബീഹാരീസ്, ബംഗാളീസ് തുടങ്ങിയ പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നുള്ള തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാം ജീവിതം നമ്മുടെ കേരളത്തിൽ എത്രത്തോളം നല്ല രീതിയിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മളും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. സ്പെഷ്യലി ഇവിടെ കേരളത്തിലേക്ക് ആരാണ് ജോലിക്ക് വരുന്നത് അവരുടെ ജീവിതം കൃത്യമായിട്ട് നോക്കുന്നതിന് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് ബന്ധപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻസ് പോലുള്ള സ്റ്റേറ്റിൽ നിന്ന് എല്ലാം തന്നെ വരുന്ന ആൾക്കാർക്ക് അവിടെ വളരെ കുറവാണ് കൂലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ കേരളത്തിലും തമിഴ്നാട്ടിലും പോലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ജോലി ചെയ്യുന്നത്. അവർക്ക് എന്ന് പറഞ്ഞത് കേരളം എന്ന് പറഞ്ഞത് ഒരു ദുബായ് പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്ന് കുറേ ആൾക്കാർ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. ചില സ്ഥലത്തൊക്കെ 1000 രൂപയുണ്ട്, ചില സ്ഥലത്ത് 400 ഉണ്ട്, ചില സ്ഥലത്ത് 300 അതിനും താഴെയും കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കറിയാം അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പണിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ പോലും അത്രയും പണി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തായാലും ഇന്ത്യയിലായാലും വേൾഡ് വൈഡ് ആയാലും ഇപ്പോൾ മൈഗ്രൻ്റ് വർക്കേഴ്സായിട്ടൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ജീവിതം എന്ന് പറയുന്നത് പോകുന്നത് എവിടെയോ അവിടെ വളരെ സെക്യൂർ ആയിരിക്കണം. ആരാണ് കൊണ്ടുപോകുന്നത് അവർ തന്നെ ആയിരിക്കണം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഗവൺമെൻറ് വേണ്ട നിയമനിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എടുക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് more informative and if you think please share to all your friends around you, and thank you so much guys, and we will meet next video very soon. Till then thank you and love you all.